ക്രൈസ്തവ ഗാനകൈകളിലേക്ക് മറക്കാനാവാത്ത അനേകം ഗാനങ്ങൾ സമ്മാനിക്കുകയും അനേകാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും പാടി ആരാധിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന ഗാനങ്ങളുടെ പിന്നിലുള്ള തീവ്ര അനുഭവങ്ങൾ നമുക്ക് ഇന്നും ശക്തി പകരുന്നു. എന്നാൽ ഈ ഗാനരചയിതാക്കൾ സ്വർഗീയ നാട്ടിൽ എത്തിച്ചേർന്ന് തങ്ങളുടെ ഗാനങ്ങൾ പിറവിയെടുത്തതിന്റെ അനുഭവങ്ങൾ അന്യം പങ്കുവെക്കുകയും ചെയ്യുന്ന ആ രംഗം നമുക്കൊന്ന് വീക്ഷിക്കാം. എന്തൊരു സന്തോഷമാ കർത്താവിനെ പാടി സ്തുതിക്കുക. എത്ര സ്തുതിച്ചാലും മതിയാവുന്നില്ലല്ലേ? അതെ, ഭൂമിയിലായിരുന്നപ്പോൾ നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ എഴുതുവാൻ ദൈവം കൃപ തന്നല്ലോ. എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സൈമൺ സാറിന്റെ വായ്ത്തരുമനിമ എന്ന പാട്ടാ. നമ്മുടെ പാഠ്യപുസ്തകത്തിലെ ഒന്നാമത്തെ പാട്ടിലാണല്ലോ. അതെ അതെ, സാറിന്റെ പാട്ടിന്റെ സംഗീതവും സാഹിത്യവും അത് വേറെ ലെവലാണ്. അതുകൊണ്ടാണല്ലോ സാറിന് മഹാകവി എന്ന മഹത്വമാർന്ന പദവി ലഭിച്ചത്. അതൊക്കെ മലയാളം തന്നെയാണോ സാറേ? അത് ചെറിയൻ സാറേ, എന്റെ പാട്ടുകൾ മലയാളം സംസ്കൃതവും ചേർന്നതാണ്. ചെറിയ വയസ്സിൽ തന്നെ എന്റെ സഹോദരൻ എന്നെ സംസ്കൃതം പഠിപ്പിച്ചു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതുകയും 13-ാം വയസ്സ് മുതൽ ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്തു. രക്ഷിക്കപ്പെട്ട് 20-ാം വയസ്സിൽ സായിപ്പിനെ പോലുള്ള ഒരു വിദേശ മിഷണറിയുടെ കൈക്കീഴിലാണ് ഞാൻ സ്നാനമേറ്റത്. ശേഷം ഞാൻ എന്റെ ജോലി വിടുകയും കർത്താവിന്റെ വേലയ്ക്ക് തിരികുകയും ചെയ്തു. അന്ന് പല വിമർശനങ്ങൾ ഏറ്റെങ്കിലും ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. അവിടെ നിന്ന് എന്റെ ജീവിത അവസാനം വരെ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ തന്നെ എന്റെ കർത്താവ് ചെയ്തു. ഇപ്പോൾ ഇതാ ഞാൻ പുത്തൻ യെരൂശലേമിൽ എത്തിയിരിക്കുന്നു. സാറിന്റെ അംബേരിശലേം എന്നൊരു പാട്ടില്ലേ, അതൊന്ന് പാടാമോ? എന്നാ നമുക്കത് ഒരുമിച്ച് പാടിയാലോ? അയ്യോ സാറേ, ഞങ്ങൾ ശാസ്ത്രീയ സംഗീതം പാടിയാൽ ശരിയാവില്ല. സാർ തന്നെ പാടുന്ന നല്ലത്. അംബരൂശലേം അംബരിൻ കാഴ്ചയിൻ, അംബരൂശലേം അംബരിൻ കാഴ്ചയിൻ, അംബരെ വരുന്ന നാളെന്തു മനോഹരം, അംബരെ വരുന്ന നാളെന്തു മനോഹരം, അംബര കാഹളം കേൾക്കുന്നല്ലോ, ആരോ വരുന്നുണ്ട്. ഇത് മുട്ടങ്കി വർഗീസ് അല്ലേ വരുന്നത്? മായലിംബം വീടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം, നായകനാമെൻ്റെ മന്നനെയോർത്തു ഞാൻ തിരുനാമത്തിനായി. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ആഹാ, ആരൊക്കെ ഞാനിവിടെ കാണുന്നേ? യേശുവിന്റെ രക്തം എന്നെ തിളയ്ക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്റെ ക്ഷീണമെല്ലാം മാറിയ പോലെയുണ്ട്. സ്വർഗത്തിൽ വന്നപ്പോഴാണ് തോന്നി ഒരു പാറ്. മിസ്റ്റർ ചെറിയാൻ, താങ്കളുടെ പാട്ടുകൾക്കെല്ലാം ഒരു പ്രത്യേക എനർജി ഉണ്ടല്ലോ. ശരിയാ സാഹിബ്, ചെറിയൻ സാറിന്റെ പാട്ട് കേൾക്കുമ്പോ എനിക്കും എന്നാറിയില്ല പ്രത്യേക സ്പീറ്റാ. നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ നല്ല വൈബ് പാട്ടുകളാണ്. വൈബൊക്കെ തന്നെ, കാര്യം ശരിയാ. എന്നാൽ ഓരോ പാട്ടിന്റെയും പിറകിൽ ദൈവത്തിന്റെ പരിപാലനവും കാവലും സ്നേഹത്തിന്റെയും അനുഭവങ്ങൾ നിറഞ്ഞതാണ്. എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവ സമയത്ത് പ്രൈവറ്റ് ആശുപത്രി പലതൊക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് അഡ്മിറ്റ് ചെയ്യാൻ പണമില്ലായിരുന്നു.
പിന്നെ 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. കയ്യിൽ പണമില്ല, എങ്ങനെ അഡ്മിറ്റ് ചെയ്യണമെന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. അപ്പം അതുവഴി ഒരു മുസ്ലിം കാളവണ്ടിക്കാരൻ വന്നു. അദ്ദേഹം അവിടെ നിർത്തി. ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഒരു മടിയും കൂടാതെ എന്നെയും എൻ്റെ ഭാര്യയും കൂട്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് എത്തിച്ചു. സ്തോത്രം. അവിടെ ചെന്ന് എൻ്റെ ഭാര്യയെ ആ നേഴ്സ് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനൊരു ടാറ്റ കാണിച്ചു. അതെന്തോ എൻ്റെ ഭാര്യ എന്നോടൊരു അന്ത്യയാത്ര പറയാമെന്ന് തോന്നി. എനിക്ക് വല്ലാതെ വിഷമമായി. ഞാൻ അവിടെ റൂമിന്റെ വാതിക്കൽ നിൽക്കാം. അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറയാം, ആണുങ്ങളെല്ലാം ഇവിടുന്ന് പോ. എനിക്ക് വളരെ സങ്കടമായി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി എൻ്റെ മുറിയിൽ ഞാൻ എഴുതിയ വരികളാണ്. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലവൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ. എന്താ കൊച്ചുകുഞ്ഞെ മിണ്ടാതിരിക്കുന്നേ? എത്ര പാട്ടുകൾ എഴുതിയ മനുഷ്യനാ ഈ ഇരിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ ഒക്കെയും കേട്ടപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഓർത്തുപോയി. ജീവിതം മൊത്തം പട്ടിണി പ്രയാസവുമായിരുന്നു. അപ്പോഴും ഞാൻ കർത്താവിൽ സമ്പന്നനായിരുന്നു. അങ്ങനെ എഴുതിയ പാട്ടാണോ ദുഃഖത്തിന്റെ പാഠമാത്രം? എൻ്റെ മകൻ സാമുൽ കുട്ടി മരിച്ചതാണ് എനിക്ക് ഏറെ ദുഃഖം തോന്നുന്നത്. അപ്പോൾ വന്ന വരികളാണ്: ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാനും കൊച്ചുകുഞ്ഞും ഒരുമിച്ച് പല ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരേ നാട്ടുകാരാ. കൊച്ചുകുഞ്ഞ് YMCA പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളായ സ്ത്രീധനത്തിനെതിരെയും പാവപ്പെട്ട കുട്ടികളുടെ സൗജന്യ വിദ്യാഭ്യാസത്തിനായും മുൻപന്തിൽ പ്രവർത്തിച്ചയാളാണ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. മിസ്റ്റർ തോമി, താങ്കൾ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, പാടും ഞാൻ യേശുവിന്. അതിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്തായിരുന്നു? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടതുമായ സമയങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ദിവസം ഞാൻ കുന്നംകുളത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ എനിക്കെതിരെ തിരിഞ്ഞു. അവർ എന്നെ കല്ലെറിയാൻ തുടങ്ങി. പക്ഷേ അത്ഭുതകരമായി ഒരു സംഭവം ഉണ്ടായി. ഒരു കല്ല് പോലും എൻ്റെ ശരീരത്തിൽ പോകൽ പോലും പറ്റാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ തിരിച്ചെൻ്റെ ഭവനത്തിൽ ചെന്നു. എൻ്റെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഭാര്യ പോലും എന്നെ പരിഹസിക്കുവാൻ തുടങ്ങി. ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് എഴുതിയതാണ് ഈ വരികൾ. ഒരു കേടും കൂടാതെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ടോമിസാറിന്റെ പാട്ടുകൾ വളരെ ഫേമസ് അല്ലേ? സ്ഥിരമായി വരെ പാടിയിട്ടുണ്ട്. അയ്യോ, അതേ പാട്ട് എന്താ ദിശയാണ് എന്ന പാട്ട്. ഷോ, അവരങ്ങനെയും ചെയ്തോ? കഷ്ടമായിപ്പോയി. എന്നാലും സായിപ്പേ, അന്ന് ജർമ്മനിയിൽ നിന്ന്
ഞങ്ങളുടെ ഈ കൊച്ചു കേരളത്തിൽ വന്നിട്ട് കപ്പയും മുളക് ചമ്മന്തിയും കഴിച്ച് പിന്നെ മലയാളം പഠിച്ച് പാട്ടുകളും എഴുതി സുവിശേഷം പറയാൻ എന്താണ് പ്രചോദനം നൽകിയത്? ആക്ച്വലി വെൻ ഐ വാസ് 18 years old, ഞാനൊരു ചെറുപ്പത്തിൽ നിന്നാണ് സുവിശേഷം കേട്ടത്. അങ്ങനെ ഞാനൊരു മിഷണറി ആകണമെന്ന് ശക്തമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ സ്വിറ്റ്സർലാൻഡിലെ ഒരു കോൺഫറൻസിൽ നിന്ന് ഇന്ത്യയെ പറ്റി ഒരു ഭാരം തോന്നി. അങ്ങനെ ജർമ്മനിയിൽ കിടന്ന എന്നെ ഈ മലബാർ വരെ ദൈവം കൊണ്ടെത്തിച്ചു. പിന്നെ മലയാളം പഠിച്ചത് മലയാളികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ മലയാളമില്ലാതെ പറ്റത്തില്ലല്ലോ. എന്റെ ഭാര്യ ആ കാര്യത്തിൽ ഒരുപാട് എന്നെ സഹായിച്ചു. സായിപ്പ് ഒരു മരണപ്പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, സമയമാകുമ്പോൾ ഞാൻ. അയ്യോ, ഞാൻ അതങ്ങനെ ഉദ്ദേശിച്ചെഴുതിയ പാട്ടല്ല. ഞാനൊരു പ്രത്യാശഗാനമായിട്ട് എഴുതിയതാ. പക്ഷേ ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചു. കൊച്ചു പിള്ളേർ കേൾക്കുമ്പോഴും പേടിക്കുക. സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാണാൻ ബന്ധപ്പെട്ടോടിടുന്നു. സഹോദരി എന്താ മിണ്ടാതിരിക്കുന്നത്? ഞങ്ങൾ സഹോദരിമാർ ഒന്നും മിണ്ടരുതെന്നാണല്ലോ. അതൊക്കെ ഭൂമിയിലുള്ള സഭയിലല്ലേ, ഇത് സ്വർഗമല്ലേ, ഇവിടെ ആർക്കു വേണേലും സംസാരിക്കാലോ. അതെ, സഹോദരി കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളെങ്കിലും അവയൊക്കെ ഹൃദ്യമായതാണ്. എനിക്ക് വെറും 14 വയസ്സായപ്പോൾ എൻ്റെ അമ്മ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അതിനുശേഷം വീട്ടിലെ മൂത്ത സഹോദരിയായ ഞാനായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിയത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള കാലങ്ങളായിരുന്നു അത്. എനിക്ക് 16 വയസ്സായപ്പോൾ ഞാൻ കർത്താവിനെ പിൻഗമിച്ചതിനാൽ എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. ആകെ കണ്ടതാണ് ദൂരെ ഒരു ക്രൂശിന്റെ വെട്ട്. ഞാൻ ആ ക്രൂശിയെ നോക്കി നടന്നു. അപ്പോൾ മനസ്സിൽ വന്ന വരികളാണ്: യാത്ര ചെയ്യും ഞാൻ ക്രൂശിയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. സഹോദരന്റെ ഒരു പാട്ടുണ്ടല്ലോ, അല്പകാലം മാത്രം. അത് എഴുതാനുള്ള പ്രേരണ എന്തായിരുന്നു? അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വലിയ അനുഭവമായിരുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. എന്നെ അച്ഛനാക്കുവാൻ നേർന്നിരുന്നതാ. അതുകൊണ്ടാണ് എൻ്റെ പേര് എന്നെ ഗീവർഗീസ് ഇട്ടത്. എന്നാൽ ഞാൻ വിശ്വാസസ്നാനം ഏറ്റപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഭവനത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി. എങ്കിൽ പോലും എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറഞ്ഞില്ല. ആ വിഷമത്തിൽ ഞാൻ എഴുതിയ പാട്ടാണ്. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ, കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. സഹോദരൻ സ്വന്തം പേരിൽ തന്നെ തുടങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ, സാധു എന്നെ കൈവിടാതെ. അയ്യോ, അത് ഞാൻ എഴുതിയ പാട്ടല്ല, റാന്നിയിലുള്ള ചാർജ് ജോൺ എന്ന പയ്യൻ എഴുതിയ പാട്ട്. ഓ, ചാൾസ് ജോൺ എൻ്റെ കൂടെ ബാലസംഘത്തിൽ ഒരു ആക്റ്റീവ് പയ്യനായിരുന്നു. അന്നേ എനിക്ക് അറിയാമായിരുന്നു ഒരു ദൈവകൃപ ഉള്ള പയ്യനാണെന്ന്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്ന ഗാനവും അദ്ദേഹം എഴുതിയതാണ്. ഞങ്ങളുടെ ജീവിത തീച്ചൂളകളുടെ അനുഭവത്തിൽ നിന്നും ദൈവിക ദർശനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും ഗാനങ്ങൾ ഉളവാകുവാൻ ഇടയായി.
ആ ഗാനങ്ങൾ തലമുറകൾ കൈമാറി ഇന്നും പാടി ആശ്വസിക്കുന്നു. ബൈബിൾ ഇപ്രകാരം പറയുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. വരും നാളുകളിൽ ഈ ഗാനങ്ങൾ നിങ്ങളിൽ ആത്മീയ സന്തോഷം നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.